ആൽമ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ ഹീബ്രു ഒറിജിൻ ആണുള്ളത്. അപ്പോൾ ഞങ്ങൾ അത് കൺസിഡർ ചെയ്യുന്നത് ഒരു സിവിൽ സ്ട്രക്ചർ, ഒരു ബോഡി ആയിട്ടും അതിന് ആത്മാവ് കൊടുക്കുന്നത് ഒരു സോളായിട്ട് പ്രവർത്തിക്കുന്ന അതിന്റെ ഇന്റീരിയേഴ്സുമാണ്. ദാറ്റ്സ് വൈ വി ഗീവ് ദ നെയിം ആൽമ ഇന്റീരിയേഴ്സ്. ഇന്നത്തെ ഒരു ട്രെൻഡാണ് ഇന്റീരിയേഴ്സിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള ചില പഴയ വീടുകൾ വലിയ വീടുകളായിരിക്കും, പക്ഷെ അന്ന് അവർ നല്ല രീതിയിൽ ഇന്റീരിയർ ചെയ്തിട്ടുണ്ടാവില്ല. പല സ്റ്റൈലിലും നമുക്ക് ഇന്റീരിയർ ചെയ്യാം. ക്ലാസിക് ആയിട്ടുള്ള സ്റ്റൈലിൽ ചെയ്യാം, അല്ലെങ്കിൽ മോഡേൺ കണ്ടംപററി സ്റ്റൈലിൽ ചെയ്യാം, അല്ലെങ്കിൽ ജപ്പാനീസ് സ്റ്റൈലിൽ ചെയ്യാം. ഒരു ഇന്നോവേഷൻ പ്ലാൻ ചെയ്യാം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന് ഒരു ഇന്റീരിയർ വർക്ക് ചെയ്യാം, അതൊരു മേജർ പാർട്ട് വഹിക്കുന്ന ഒരു കാര്യമാണല്ലേ. ഒരു പുതിയ വീട് മനോഹരമാക്കാൻ ഇന്റീരിയർ വർക്ക് ഒരു മേജർ പാർട്ട് വഹിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു പഴയ വീട് ചിന്തിക്കുകയാണെങ്കിൽ ആ പഴയ വീട് റെനോവേറ്റ് ചെയ്ത് പുതിയ രീതിയിലേക്ക് മാറ്റാം. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് നമ്മൾ കാണുന്ന ഒരു സാധനമാണ്. സോ അതിന്റെ തന്നെ ഡ്രീംസ് ലാൻഡ് റിയാലിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ഇനി ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ണർ ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. വീടോ സ്ഥലമോ ഫ്ലാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഇന്റീരിയർ വർക്ക് എന്നുള്ള ഫീൽഡിൽ 14 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള 2000-ഓളം പ്രൊജക്ട് ഹാൻഡ് ഓവർ ചെയ്ത അൽമ ഇന്റീരിയേഴ്സിന്റെ ഡയറക്ടർ സുനിൽ സാർ ആൻഡ് സ്റ്റെഫ്ന മാം ആണ്. സോ നമുക്ക് അവരോടൊന്ന് പരിചയപ്പെടാം. ഹായ് സർ. ഹായ്. സോ ആദ്യം തന്നെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ടൈറ്റിൽ അൽമ, അല്ലെങ്കിൽ ഈ ഒരു കമ്പനീനെ കുറിച്ചൊന്ന് പറയാമോ? ഷുവർ. ആൽമ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ ഹീബ്രു ഒറിജിൻ ആണുള്ളത്. ഗിവിംഗ് ലൈഫ് ടു എന്നുള്ളതാണ് ആ ഒരു വേർഡിന്റെ അർത്ഥം. അപ്പം ഞങ്ങൾ അത് കൺസിഡർ ചെയ്യുന്നത് ഒരു സിവിൽ സ്ട്രക്ചർ, ഒരു ബോഡി ആയിട്ടും അതിന് ആത്മാവ് കൊടുക്കുന്നത് ഒരു സോളായിട്ട് പ്രവർത്തിക്കുന്ന അതിന്റെ ഇന്റീരിയേഴ്സുമാണ്. ദാറ്റ്സ് വൈ വി ഗീവ് ദ നെയിം ആൽമ ഇന്റീരിയേഴ്സ്. സർ, അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു നോർമൽ പ്രീമിയം ഇന്റീരിയറും അല്ലെങ്കിൽ നമ്മുടെ ലക്ഷറി പ്രീമിയം ഇന്റീരിയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ അതെന്താണ് അർത്ഥം വെക്കുന്നത്? ഫൈൻ. അത് നമുക്കൊരു വീട് ഇന്റീരിയർ ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്കൊരു ചില ക്ലയൻസിന് വളരെ ബഡ്ജറ്റഡ് ആയിട്ടായിരിക്കും ഇന്റീരിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ചിലർക്ക് ഒരു അൾട്രാ ലക്ഷറി രീതിയിലുള്ള ഒരു ഇന്റീരിയേഴ്സ് ആവശ്യമുണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യുകയും അതിനുള്ള എക്സിക്യൂഷൻ കോസ്റ്റ് കൊടുക്കുകയും ചെയ്യുന്നത്. അതെ, 100% കസ്റ്റമൈസ്ഡ് ആയിട്ടായിരിക്കും. മറീന വൺ എന്നുള്ള ഒരു അപ്പാർട്ട്മെന്റ് വരുമ്പോൾ കൂടുതൽ പേർക്ക് ഒരു ലക്ഷറി ഒരു ഇന്റീരിയർ വർക്കാണ് വേണ്ടത്. മീൻസ് പ്രീമിയം ലെവലിൽ നിന്ന് ലക്ഷറിയിലേക്ക് കുറെ ചേഞ്ചസ് ഉണ്ട്, എലമെന്റ്സ് ഉണ്ട്. സോ അതിനെ കുറിച്ചൊന്ന്. തീർച്ചയായിട്ടും അത് പറയാൻ സന്തോഷമുണ്ട്. ഒരു പ്രീമിയം ഇന്റീരിയേഴ്സ് ആയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ആ ക്ലയന്റിന് എല്ലാം ആ വ്യക്തിയുടെ ഡിസൈൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ കംഫോർട്ട് ആയിക്കോട്ടെ, അതിനെല്ലാം ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഡിസൈൻ പോലും ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഡിസൈൻസോ അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന പാനൽസോ അതൊന്നും അദ്ദേഹം ആ വീട്ടിൽ ചെയ്യാൻ ആഗ്രഹിക്കില്ല. നേരെ മറിച്ച് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ സ്റ്റൈല് ആയിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഓട്ടോമേഷൻ, അതുപോലെ തന്നെ ലൈറ്റിംഗ്, ഇതിനെല്ലാം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കും ആ ക്ലയന്റ്. ഈ ഒരു ഇന്റീരിയർ വർക്ക് അത് ഔട്ട്ഡേറ്റഡ് ആവാതിരിക്കാൻ എന്തൊക്കെ മെഷേഴ്സ് എടുക്കുന്നുണ്ട്? ഞങ്ങൾ കൂടുതലായിട്ട് അതിനുള്ള മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എർത്തി ആയിട്ടുള്ള ടോൺസ്. ഇപ്പോൾ ചില ഹാർഡ് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ എ സ്പാൻ ഓഫ് ടൈം നമുക്ക് തന്നെ അത് ആ ഒരു കളേഴ്സിനോട് ഒരു മടുപ്പ് ഫീൽ ചെയ്യും. നേരെ മറിച്ച് നമ്മളൊരു എർത്തി കളേഴ്സ് അല്ലെങ്കിൽ കുറേ നാള് ഡ്യൂറബിൾ ആയിട്ടുള്ള കളേഴ്സ്, നമ്മൾ എത്ര കണ്ടാലും മതി വരാത്ത രീതിയിലുള്ള കൂടുതൽ ലൈഫുള്ള കളേഴ്സ് ഞങ്ങൾ ചൂസ് ചെയ്യും. ഒരിക്കലും ക്രൗഡഡ് അല്ലാത്ത രീതിയിൽ ഞങ്ങൾ ഡിസൈൻ പ്ലാൻ ചെയ്യും. ആ ഓരോ ചെറിയ എലമെന്റ്സിലും ആ മൈന്യൂട്ട് ഡീറ്റെയിലിംഗിൽ ഞങ്ങൾ ആ രീതിയിൽ നോക്കിയിട്ടായിരിക്കും ആ ഇന്റീരിയർ
ഡിസൈൻ ചെയ്യുന്നത്. സർ, ഒരു ക്ലയൻറ്റ് ഇപ്പോൾ നിങ്ങളായിട്ട് ഒരു കോണ്ടാക്ട് വരികയാണ്, അപ്പോൾ നിങ്ങളൊരു ഡിസ്കഷനിൽ ഇരിക്കുകയാണ് ഒരു അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളെ കാണുന്നതിന് മുന്നേ ആ ക്ലയൻറ്റ് എന്തൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ച് വെക്കണം? മീൻസ് അവർക്ക് ഇന്നത് തോട്ടുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വീട് ഇന്റീരിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ ക്ലയൻസിനും പണ്ടത്തെ പോലെയല്ല. ഒരു 10 years ബാക്ക് ഒക്കെ പണ്ട് സിവിലിലായിരുന്നു ആളുകൾ കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അവർ വീടിന്റെ അകത്തോട്ടാണ് കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നത്. സിവിൽ സൈഡിനേക്കാൾ കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നത് ഇന്റീരിയർ എലമെന്റ്സിനായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നവർ അവർ വീടിന്റെ അകത്താണ്. അപ്പൊ അത് ക്ലയൻസിന് വളരെ നന്നായിട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാം. മാത്രമല്ല, ഇന്ന് സോഷ്യൽ മീഡിയ കൂടെയും അതുപോലെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോംസ് വഴിയും, ഇപ്പൊ പിൻട്രസ്റ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് വഴിയും ഇന്ന് ക്ലയൻസ് എല്ലാവരും തന്നെ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. യെസ്, അവർക്ക് എന്ത് വേണം എന്നുള്ളത് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം. അപ്പോൾ പണ്ട് ഒരു ഇന്റീരിയർ ഡിസൈനർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അവർക്ക് പല ടൈപ്പ് ഓഫ് ഡിസൈൻസും അല്ല. ഇന്ന് അവർക്ക് അവരുടെ വീട്ടിലിരുന്ന് അവരുടെ കൺവീനിയന്റ് ടൈമിൽ അവർ ബ്രൗസ് ചെയ്ത് അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് വ്യക്തമായ ഒരു ധാരണയോടുകൂടിയാണ് ഇന്ന് മിക്ക ക്ലയൻസും ഒരു ഇന്റീരിയർ കമ്പനീനെ അപ്രോച്ച് ചെയ്യുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഒരു കൺവീനിയന്റ് ആക്കും. കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് അവരുടെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഒരു പ്രപ്പോസൽ കൊടുക്കാനും സാധിക്കാറുണ്ട്. അതായത് ഒരു പ്രീമിയം അപ്പാർട്ട്മെന്റും ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ് രണ്ടായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെറീന വണ്ണിൽ തന്നെ പറയുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ലക്ഷറി ആണ്. പ്രീമിയത്തിന് പുറമെ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ലക്ഷറി ആക്കി മാറ്റിയിട്ടുണ്ട്. സോ ആ ഒരു ഡിഫറൻസിനെ കുറിച്ചൊന്ന് പറയും. മീൻസ് എന്തൊക്കെ ചെയ്തിട്ടാണ്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു. ഷുവർ. നമ്മൾ ലക്ഷറി ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊരു ഇന്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഡിസൈൻ, ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻസിനാണ് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കൺവെൻഷണൽ ആയിട്ടുള്ള ഡിസൈൻസ് ഒരിക്കലും ഒരു ഫർണിച്ചറിനും നമ്മൾ കൊടുക്കില്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ്. പക്ഷെ ഒരിക്കലും അങ്ങനെയുള്ള ഒരു ഡിസൈൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ അതൊരു കൺസോൾ ആയിക്കോട്ടെ, അതിൻ്റെ ഓരോ ഡീറ്റെയിലിംഗ് അത് കൂടുതൽ മാൻ പവർ എടുക്കുന്ന, കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന വർക്കുകളായിരിക്കും. അപ്പോൾ ആ കാണുമ്പോൾ തന്നെ ആ യുണീക്നെസ് ഓരോ പീസ് ഓഫ് ഫർണിച്ചറിലും ഓരോ ക്ലയന്റിനും അത് ഫീൽ ചെയ്യും. ആ കാണുന്ന ഓരോ വ്യക്തിക്കും അത് ഫീൽ ചെയ്യും. അതാണ് ഒരു ലക്ഷറി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. എന്തൊക്കെ എലമെന്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെന്റ് ലക്ഷറി ആക്കാൻ സാധിക്കും? നമ്മളൊരു വീട് ഇന്റീരിയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു 2 പാർട്ടായിട്ട് വേണമെങ്കിൽ തിരിക്കാം. ഒന്ന് അതിൻ്റെ ഒരു ബേസിക് ഫർണിച്ചേഴ്സ്. ആ ഒരു ബേസിക് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഡൈനിങ് ടേബിള്, സോഫ, ഇതെല്ലാം നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. പക്ഷെ നമുക്ക് ലക്ഷറി സ്റ്റേറ്റ്മെന്റിലോട്ട് വരുന്നത് നമുക്ക് ആർട്ട് വർക്ക്, അതുപോലെ തന്നെ ക്യൂരിയോസ്, പ്രോപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് അതിനെ കൂടുതൽ ലക്ഷറിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇൻഡോർ പ്ലാന്റ്സ്, ഇതൊക്കെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വീടിനെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. സോ ഒരു അപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ഫിനിഷസ്? ഏതൊക്കെയാണ്? ഒരു ലക്ഷറി ഇന്റീരിയർ നോക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ചൂസ് ചെയ്യേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് വിനീർ, നാച്ചുറൽ വുഡിന്റെ സ്കിന്ന്. അത് നമുക്ക് റെയർ ആയിട്ടുള്ള സ്പീഷീസിലുള്ള സ്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കനേഡിയൻ വുഡ്സിന്റെ ഒക്കെ നമുക്ക് സ്കിൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിന് തരുന്ന ഗ്രെയിൻസ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ നാച്ചുറൽ നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് കിട്ടുന്ന ടീക്കിനേക്കാളെല്ലാം വളരെ നല്ല ഗ്രെയിൻസ് ആയിരിക്കും നമുക്ക് കനേഡിയൻ വുഡ്സിന്റെ ഗ്രെയിൻസ് ഉള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് വെച്ച് ഇന്റീരിയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ബെറ്റർ ഫിനിഷും ക്വാളിറ്റിയും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മാർബിൾ തന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ലൈറ്റ് പാസ് ചെയ്യുന്ന രീതിയിലുള്ള കോട്ട്സൈറ്റ്, അങ്ങനെയുള്ള മെറ്റീരിയൽ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ അതൊരു ലക്ഷറി ഇന്റീരിയേഴ്സിലോട്ട് അത് മാറും. ആ വീട് പഴയ വീടിനെ നമ്മൾ റെനോവേറ്റ് ചെയ്തെടുക്കുന്ന നമ്മൾ കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. സോ എന്തൊക്കെ നമുക്ക് ആ ഒരു റെനോവേഷനിൽ എന്തൊക്കെ ശ്രദ്ധിക്കാം, അല്ലെ എന്തൊക്കെ ചെയ്ത് നമുക്കതൊരു ലക്ഷറി ഫീലിംഗിലേക്ക് മാറ്റാൻ സാധിക്കും? യെസ്, ഇന്നത്തെ ഒരു ട്രെൻഡാണ് ഇന്റീരിയേഴ്സിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള ചില പഴയ വീടുകൾ വലിയ വീടുകളായിരിക്കും, പക്ഷെ അന്ന് അവർ ആ നല്ല രീതിയിൽ ഇന്റീരിയർ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകളെല്ലാം ഇപ്പോൾ പുതിയതായിട്ട് നന്നായിട്ട് റിനോവേറ്റ് ചെയ്ത് ഇന്റീരിയേഴ്സിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ ഡെഫിനറ്റ്ലി ഒരു ഇന്റീരിയർ കൺസൾട്ടന്റിന്റെ ഒരു സർവീസ് അവരെടുക്കണം. എടുത്ത ശേഷം ഫ്രം ഫോൾ സീലിംഗ്, ലൈറ്റിംഗ്, ഫ്ലോറിംഗ്, ഇങ്ങനെയുള്ള എല്ലാത്തിലും നമ്മൾ ആ ഒരു ഡിഫറൻസ് കൊണ്ടുവരണം. അത് ഡിമോളിഷ് ചെയ്ത് നമുക്ക് ആ ഒരു ക്യാരക്ടർ പ്ലാൻ ചെയ്യണം.
ഓരോ വീടിനും ഓരോ ക്യാരക്ടർ ഉണ്ടായിരിക്കും. നമുക്ക് പല സ്റ്റൈലിലും നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാം. ക്ലാസിക് ആയിട്ടുള്ള സ്റ്റൈലിൽ ചെയ്യാം, അല്ലെങ്കിൽ മോഡേൺ കണ്ടംപററി സ്റ്റൈലിൽ ചെയ്യാം, അല്ലെങ്കിൽ ജപ്പാൻഡീസ് സ്റ്റൈലിൽ ചെയ്യാം. അങ്ങനെ ഒത്തിരി സ്റ്റൈലുകളുണ്ട് ഇൻറ്റീരിയേഴ്സിൻ്റെ. അപ്പോൾ ഏത് സ്റ്റൈലിലാണ് ആ വ്യക്തിക്ക് ആ വീട് വേണ്ടതെന്നുള്ള തീരുമാനം എടുത്ത ശേഷം അതിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻസും അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ടിങ് മെറ്റീരിയൽസും യൂസ് ചെയ്തിട്ട് വേണം ആ ഒരു റിനോവേഷൻ പ്ലാൻ ചെയ്യാൻ. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഇന്റീരിയർ ഡെക്കറേഷൻസിനെ കുറിച്ചൊരു ക്ലിയർ കട്ട് വ്യൂ കിട്ടിയില്ലേ? സോ മെറീന വണ്ണിൽ കൂടുതൽ ഇന്റീരിയർ വർക്കും ചെയ്തിട്ടുള്ളത് അൽമ ഇന്റീരിയേഴ്സ് ആണ്. സോ അവരുടെ കോൺടാക്ട് നമ്പർ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അവർക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.